ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ എൻ്റെ വിഷയം നോബൽ പ്രൈസ് ആണ്. ഓക്കെ, നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിലെടുത്താൽ SSC ആയാലും UPSC ആയാലും PSC എക്സാമുകളിലായാലും ബാക്കി എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. ആ നോബൽ പ്രൈസ് വളരെ എളുപ്പത്തിൽ, നമുക്കറിയാം നോബൽ പ്രൈസ് എന്ന് പറയുമ്പോൾ അത് ലഭിച്ച ആൾക്കാരുടെ പേരൊക്കെ പഠിക്കാൻ കുറച്ച് പാടാണെന്നറിയാം അല്ലേ. അപ്പോൾ അത് വളരെ ലളിതമായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ടിപ്സും ട്രിക്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിന് മറ്റ് രണ്ട് പേരുകളിലും കൂടി അറിയപ്പെടുന്നുണ്ട്, ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ. ഓക്കെ, അപ്പോൾ ആ മൂന്ന് പേരും ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, PSC എങ്ങനെ ചോദിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ രണ്ട് പേർക്കാണ് കിട്ടിയിട്ടുള്ളത്, ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ. ഓക്കെ, അപ്പോൾ ഈ പേരുകൾ എങ്ങനെ പഠിക്കാം, ഞാൻ ചെറിയൊരു ട്രിക്സ് പറയാം. ഓക്കെ, നിങ്ങളൊന്ന് കേൾക്കാം. വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുക, വൈദ്യം അല്ലേ, വൈദ്യശാസ്ത്രം, വൈദ്യം, വൈദ്യർ. ഓക്കെ, അപ്പോൾ വൈദ്യരടുത്ത് കൂടുതൽ പോകുന്നത് ആരാണ്, വയസ്സായ ആൾക്കാരാണെന്ന് വിചാരിക്കുക. വൈസ്മാൻ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ, വയസ്സായ മാനാണ് വൈദ്യരടുത്ത് പോകുന്നത്. അപ്പോൾ വൈദ്യർ എന്താ പറയുക, കരിക്ക് കുടിക്കാനാണ് പറയുക. കരിക്ക്, കാരിക്കോ, കാറ്റലിൻ, കാരിക്കോ. ഓക്കെ, അങ്ങനെ ആ രണ്ട് പേര് നമുക്ക് വൈദ്യവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി പറയാം, വൈദ്യശാസ്ത്രം, മറ്റൊരു പേരാണ് ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ. അപ്പോൾ വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ, വൈദ്യൻ ഒന്ന് ഓർമ്മിക്കുക, വൈദ്യൻ, വൈദ്യം, വൈദ്യൻ. ഓക്കെ, അപ്പോൾ വൈദ്യൻ ഏറ്റവും കൂടുതൽ കാണുന്നത് വൈസ്മാൻ, വയസ്സായ മാൻ. ഡോക്ടർ ഡ്രൂ വൈസ്മാൻ അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഈ വൈദ്യൻ വയസ്സായ മാനോട് എന്താ പറയുക, കരിക്ക് കുടിക്കാനാണ് പറയുക. അപ്പോൾ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ. ഓക്കെ, ഇപ്പോൾ രണ്ട് പേരും നമുക്ക് വൈദ്യം എന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർക്ക് എന്തിനാണ് കിട്ടിയത് ചോദിച്ചാൽ, COVID-19-നെതിരെ ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്ക്. അതിനാണ് ഇവർക്ക് വൈദ്യശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഓർമ്മിക്കേണ്ട COVID-19 എന്നുള്ള ഭാഗം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. mRNA വാക്സിൻ, ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങൾ. ഓക്കെ, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, വൈദ്യശാസ്ത്രം കിട്ടിയിട്ടുള്ളത് രണ്ട് പേർക്കാണ്, കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ. അപ്പോൾ വൈദ്യൻ വയസ്സായ മാനാണ് വൈദ്യനെ കാണാൻ പോകുന്നത്. അപ്പോൾ അവരോട് എന്താ പറയുക, കരിക്ക് കുടിക്കാനാണ് പറയുക, കാരിക്കോ. രണ്ട് പേരും കണക്റ്റായി. പിന്നെ COVID-19-നെതിരെ ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് രണ്ടാക്കും എന്ത് കിട്ടിയത്, നോബൽ പ്രൈസ് കിട്ടിയത്, വൈദ്യശാസ്ത്രത്തിന്. ഓക്കെ, കൂടാതെ ഇവരുടെ സ്ഥലം, രാജ്യം ഏത് രാജ്യത്താണെന്ന് ചോദിക്കും. അപ്പോൾ ഡോക്ടർ ഡ്രൂ വൈസ്മാൻ USA-കാരനാണ്, അതുപോലെ കാറ്ററിൻ കാരിക്കോ ഹംഗറിയാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം, ഡ്രൂ വൈസ്മാൻ അല്ല, ഡ്രൂ വൈസ്മാൻ എന്ന് പറഞ്ഞാൽ വയസ്സായ മാൻ നമുക്കും വയസ്സാവൂലേ, നമുക്കും USA അമേരിക്കക്കാരനാണ് ഡ്രൂ വൈസ്മാൻ. അപ്പോൾ നമുക്കും വയസ്സാവും, അപ്പോൾ എല്ലാവർക്കും വയസ്സാവും. അപ്പോൾ എനിക്കും വയസ്സാവും, നമുക്കും വയസ്സാവും. അപ്പോൾ US ആസ് നമുക്ക്. ഓക്കെ, അപ്പോൾ വൈസ്മാൻ വയസ്സാവുന്നത് നമുക്കാണ് വയസ്സാവുന്നത്, ആസ്. ഓക്കെ, രണ്ടാമത്തെ ആൾ എന്താ, കാറ്റലിൻ കാരിക്കോ പറഞ്ഞാൽ കരിക്കല്ലേ പറഞ്ഞത്. അപ്പോൾ കരിക്ക് എന്താ, എപ്പോഴാണ് നമുക്ക് കുടിക്കുക, വിശക്കുമ്പോഴാണ് കുടിക്കുക. ഓക്കെ, അപ്പോൾ വിശക്കുമ്പോൾ ഹംഗറി. അപ്പോൾ ഇത് കാറ്റലിൻ കാരിക്കോയുടെ രാജ്യം എന്ന് പറയുന്നത് ഹംഗറിയാണ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയത് മൂന്ന് പേർക്കാണ്. ഫസ്റ്റ് വൺ പിയറി അഗോസ്റ്റിനി, ട്യൂണീഷ്യക്കാരനാണ്. സെക്കൻഡ് ഫെറൻറ്റ് ക്രൂയിസ്, ഹംഗറിക്കാരനാണ്. തേർഡ് വൺ ആനി എൽ ഹുള്ളിയർ, ഫ്രാൻസാണ് അവരുടെ രാജ്യം. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് പേരും എങ്ങനെയാണ് ഓർത്തെടുക്കുക, അപ്പോൾ ചെറിയൊരു കോഡുണ്ട്. അപ്പോൾ ഗോസ്റ്റ് ക്രോസ് കണ്ടപ്പോൾ മുള്ളി, ഇതാണ് എൻ്റെ കോഡ്. ഓക്കെ, ഗോസ്റ്റ് ക്രോസ് കണ്ടപ്പോൾ മുള്ളി. അപ്പോൾ പിയറി അഗോസ്റ്റിനി ഗോസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഫെറൻറ്റ് ക്രൗസ് ക്രോസ് ആയിട്ടാണ് എടുക്കുന്നത്, ക്രോസ്. അപ്പോൾ ഗോസ്റ്റ് ക്രോസ് കണ്ടപ്പോൾ അല്ലെ, ക്രോസ്.
ദെൻ തേർഡ് വൺ ആൻ എൽ ഹുള്ളിയർ. ഹുള്ളിയർ എന്ന് പറഞ്ഞാൽ മുള്ളി. ഓക്കെ, അപ്പോൾ ഗോസ്റ്റ് ക്രോസ് കണ്ടപ്പോൾ മുള്ളി എന്നാണ് കോഡ് കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് മൂന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പേരുകൾ നമ്മൾ ഭൂതമായിട്ട് കണക്ട് ചെയ്യണം, ഫിസിക്സുമായിട്ട് കണക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഫിസിക്സിൻ്റെ മൊത്തത്തിൽ പേരാണ് എന്ത്, ഭൗതിക ശാസ്ത്രം. ഈ ഗോസ്റ്റ്, ഭൂതം ഒക്കെ നമുക്ക് ചെയ്തുകൂടെ, ഭൗതിക ശാസ്ത്രം, ഭൗതിക, ഭൂതം, ഗോസ്റ്റ് ഒക്കെ അങ്ങനെ കണക്ട് ചെയ്തൂടെ. അപ്പോൾ അതുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇവർക്ക് എന്തിനാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ, ദ്രവ്യത്തിൻ്റെ ഇലക്ട്രോൺ ഡൈനാമിക്സിൻ്റെ പഠനത്തിനായി പ്രകാശത്തിൻ്റെ ആറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതിക്കാണ് കിട്ടിയത്. ഓക്കെ, നമ്മൾ പറയാം, ദ്രവ്യത്തിൻ്റെ ഇലക്ട്രോൺ ഡൈനാമിക്സിൻ്റെ പഠനത്തിനായി പ്രകാശത്തിൻ്റെ ആറ്റോ സെക്കൻഡ് പൾസുകൾ. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ്. പ്രകാശത്തിൻ്റെ ആറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മകമായ രീതിക്കാണ് കിട്ടിയിട്ടുള്ളത്, നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 3 പേരും മറക്കാതിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി അഥവാ രസതന്ത്രം. ഓക്കെ, കെമിസ്ട്രി 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത് നോബൽ പ്രൈസ്. ലൂയിസ് ഇ ബ്രോസ് USA-കാരനാണ്, മൗങ്കിൻ ജി ബുവൻഡി ഫ്രാൻസുകാരനാണ്, അലക്സി ഐ എക്കിമോവ് റഷ്യക്കാരനാണ്. ഓക്കെ, അപ്പോൾ ഈ 3 പേരും പഠിക്കാനുള്ള ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്, ജസ്റ്റ് കേൾക്കാം. ഓക്കെ, ഞാൻ പഠിച്ചിട്ടുള്ളത് ലൂയിസ് ഇ ബ്രൂസ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ ബ്രോ ആയിട്ട് എടുക്കാം. അപ്പോൾ ബ്രോ മാഗിയും ഉപ്പുമാവും കഴിച്ചു. ഓക്കെ, ബ്രോ എന്ത് ചെയ്തു, മാഗിയും ഉപ്പുമാവും കഴിച്ചു. ഓക്കെ, അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്യാം. ബ്രോ എന്ന് പറയുന്നത് ലൂയിസ് ഇ ബ്രോസ്. ഓക്കെ, ദെൻ മൗഗ്ലി ജി ബുവൻഡിയാണ് ഞാൻ മാഗി ആയിട്ട് കണക്ട് ചെയ്തത്, മൗഗി. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഉപ്പുമാവ് എന്താണ്, എക്കിമോവ്, അലക്സി ഐ എക്കിമോവ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കണക്ട് ചെയ്യാം. ഇനി ഇത് എങ്ങനെ കെമിസ്ട്രിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? പേര് മാത്രം കിട്ടിയാൽ പോരല്ലോ, നമുക്ക് മെയിൻ സാധനം കെമിസ്ട്രിയിലാണ് കിട്ടിയതെന്ന് ഓർമ്മിക്കണ്ടേ. അപ്പോൾ അതിന് ഞാൻ ചെയ്തിട്ടുള്ളത്, ഈ മാഗി, ഉപ്പുമാവ് ഉപ്പുമാവ്. ഓക്കെ, മാഗിയും ഉപ്പുമാവും ഒക്കെ നമ്മുടെ ഹോട്ടലിലല്ലേ ഉണ്ടാവുക, അപ്പോൾ ഇത് പാക്കറ്റിലല്ലേ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കെമിക്കൽ അടങ്ങിയിട്ടുള്ളതാണെന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. മാഗി, ഉപ്പുമാവ്, ഈ ബ്രോ കണ്ടിട്ടുള്ള മാഗിയും ഉപ്പുമാവൊക്കെ കെമിക്കൽ ഉള്ളതാണെന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി കിട്ടും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ രസതന്ത്രം എന്നായിരിക്കും ചോദിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഈ കെമിക്കലിൽ നിന്ന് തപ്പിപ്പോയാൽ കിട്ടില്ലല്ലോ. അപ്പോൾ രസതന്ത്രം എന്നാണ് കണക്ട് ചെയ്യേണ്ടെങ്കിൽ മാഗിയും ഉപ്പുമാവും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്, കെമിക്കൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്, നല്ല രസമാണ് എന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഈ 3 പേർക്ക് എന്തിനാണ് കിട്ടിയിട്ടുള്ളത്, നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്? അപ്പോൾ അതിൻ്റെ കാരണമാണ് നെക്സ്റ്റ് പറയുന്നത്, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനും. ഓക്കെ, അപ്പോൾ ഇതും നമ്മുടെ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുത്തണ്ടേ. അപ്പോൾ മൊത്തമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, നമുക്ക് മൊത്തം കണക്ട് ചെയ്യാനുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, കെമിക്കൽ അടങ്ങിയിട്ടുള്ള മാഗിയും ഉപ്പുമാവും ബ്രോ കണ്ടു. ഇതിൽ നമുക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി പറയാം, കെമിക്കൽ അടങ്ങിയിട്ടുള്ള മാഗിയും ഉപ്പുമാവും ബ്രോ കണ്ടു. അപ്പോൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള മാഗിയും ഉപ്പുമാവും, മാഗി മൗങ്കി ജി ബുവൻഡി കണക്ട് ചെയ്യാൻ പറ്റും, ഉപ്പുമാവ് അലക്സി ഐ എക്കിമോവ്. അത് ആരാ കണ്ടത്, ബ്രോ കണ്ടു. ബ്രോ മീൻസ് ലൂയിസ് ഇ ബ്രോസ് കണ്ടു ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനും. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി പറയാം, കെമിക്കൽ അടങ്ങിയിട്ടുള്ള മാഗിയും ഉപ്പുമാവും ബ്രോ കണ്ടു. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇതിലിവരുടെ രാജ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ലൂയിസ് ഇ ബ്രൂസ് USA-കാരനാണ്. ബ്രോ USA-കാരനാണെന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ ബ്രോ, നമുക്ക് എല്ലാവർക്കും ബ്രോ ഇല്ലേ. ഓക്കെ, നമ്മളെ ഫ്രണ്ട്സിനായാലും ബ്രോ എന്നല്ല വിളിക്കുക. അപ്പോൾ ബ്രോ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അസ് എന്ന് പറയാം. ഓക്കെ, അസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രോ അസ് USA. ഓക്കെ, നെക്സ്റ്റ് മൗഗ്ലി ജി ബുവൻഡി എങ്ങനെ ആലോചിക്കാമെന്ന് വിചാരിച്ചാൽ, മൗഗ്ലി എന്ന് നമ്മൾ എന്താ പറഞ്ഞത്, മാഗി അല്ലേ. അപ്പോൾ മാഗി നമ്മൾ ഫ്രണ്ട്സായിട്ട് ഒന്നിച്ചിട്ടാണ് മാഗി തിന്നുന്നതെന്നൊന്ന് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ
മൗംഗി വന്ന് നമുക്ക് മൗഗ്ലിനെ ഓർമ്മിക്കാമല്ലോ, നമ്മുടെ സ്റ്റോറി മൗഗ്ലി. അപ്പോൾ മൗഗ്ലി എന്താണ്, ആ കാട്ടിലെ എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലല്ലേ ഉള്ളത്. അപ്പോൾ മൗഗ്ലി ഫ്രാൻസ് എന്നുള്ള ആ കണക്ഷനും നമുക്ക് അവരുടെ രാജ്യത്തിൻ്റെ പേര് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ അലക്സി ഐ എക്കിമോവ് അല്ലെങ്കിൽ ഉപ്പുമാവൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര റഷാണ്, ഭയങ്കര തിരക്കാണ്, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് ഒരൊറ്റ വ്യക്തിക്കാണ്, നർഗസ് മുഹമ്മദി. ഇറാൻകാരിയാണ്. ഓക്കെ, എന്തിനാണ് കിട്ടിയത്? ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്കാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പേര് നർഗസ് മുഹമ്മദി ഇറാൻകാരി എങ്ങനെ നമുക്ക് ഓർമ്മിക്കാം? സമാധാനമല്ലേ. അപ്പോൾ നമുക്ക് സമാധാനം എവിടെയാണ് കിട്ടുക? സ്വർഗത്തിലല്ലേ കിട്ടുക. അപ്പോൾ നരകത്തിൽ നമുക്ക് സമാധാനം കിട്ടില്ല, സ്വർഗത്തിലാണ് കിട്ടുക എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇവരുടെ രാജ്യം എങ്ങനെയാണ്? ഇറാൻ. ഇപ്പം നർഗസ് ഓക്കെ, അതൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇറാൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ സെയിം സാധനമാണ് നമുക്ക് ഇവിടെയും പറയുന്നത്. ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്കാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഈസി അല്ലേ? നെക്സ്റ്റ് സാഹിത്യത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് ഒരൊറ്റ വ്യക്തിക്കാണ്, ജോൺ ഫോസ്. ഓക്കെ, അപ്പോൾ സാഹിത്യം പറയുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഫോസ് കളിക്കും അല്ലേ, പോസ് ഉള്ളവരാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക അല്ലേ. അവർ താടി മുടിയൊക്കെ വളർത്തി ഒരു സഞ്ചിയൊക്കെ എടുത്ത് ഭയങ്കര പോസ് കളിക്കുമെന്ന് ജസ്റ്റ് തിങ്ക് ചെയ്യുക. അപ്പോൾ സാഹിത്യം ജോൺ ഫോസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞത് നോർവേ ആണ് അല്ലേ. അപ്പോൾ അവർ നോർവേ വഴിയിലൂടെ പോകുമ്പോൾ പോലും അവർ ഫോസ് കളിച്ചുകൊണ്ടേ പോകും, ഒരു ഫോസ് അല്ലേ കളിച്ചുകൊണ്ട് മാത്രമേ പോകുമെന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് വെക്കാം. നോർവേ ഓക്കെ. ജോൺ ഫോസ് കളിക്കുന്ന വ്യക്തിയാണ് സാഹിത്യകാരന്മാർ. അപ്പം വഴിയിലൂടെ നടക്കുമ്പോൾ വരെ അവർ ഫോസ് കളിച്ചുകൊണ്ട് നടക്കും എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അദ്ദേഹത്തിന് കിട്ടിയത് പറയാനാവാത്ത വഴിക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിൻ്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കും. ഓക്കെ, പറയാനാവാത്ത വഴിക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിൻ്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഇക്കണോമിക്കിൽ നമുക്ക് നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് ക്ലോഡിയ ഗോൾഡിൻ. അപ്പോൾ അവിടെ തന്നെ ഉണ്ടല്ലേ ഇക്കണോമിക് സയൻസ്, ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പൈസയുമായി ബന്ധപ്പെട്ടതല്ലേ. അപ്പോൾ ഗോൾഡിൻ ഓക്കെ, അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവരുടെ രാജ്യം എന്ന് പറയുന്നത് USA ആണ്. അതായത് എങ്ങനെ കണക്ട് ചെയ്യാൻ ചോദിച്ചാൽ ഗോൾഡൊക്കെ നമ്മൾ ഗോൾഡ് ഉപയോഗിക്കില്ലേ. അപ്പോൾ അല്ലെങ്കിൽ അതെല്ലാം ഉണ്ടെങ്കിൽ ഗോൾഡ് അമേരിക്കക്കാരിയാണ്. അത് USA മീൻസ് അമേരിക്ക. അപ്പോൾ അമേരിക്കക്കാരിയാകുമ്പോൾ ഗോൾഡൊക്കെ യൂസ് ചെയ്യുന്നത് അമ്മയാണ് എന്നുള്ളത് ഒരു കണക്ഷൻ കൊടുക്കാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്ലോഡിയ ഗോൾഡിൻ ആലോചിക്കുമ്പോൾ ഗോൾഡ്, അമ്മ, അമേരിക്ക എന്നുള്ള കണക്ഷൻ കിട്ടും. ഓക്കെ, എന്താണ്? ഇക്കണോമിക്സ് ആണ്. ഇക്കണോമിക്ക് ഒരുപാട് പൈസ ഇല്ലായിരിക്കാണ് ഗോൾഡൊക്കെ വാങ്ങുന്നത്. അത് ഇക്കണോമിക്സ് ഗോൾഡിൻ. ഓക്കെ. അപ്പോൾ ഇവർക്ക് എന്തിനാണ് കിട്ടിയത് ചോദിച്ചാൽ സ്ത്രീകളുടെ പൊതുവെ സ്ത്രീകളല്ലേ ഗോൾഡ് ഇടുന്നത്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുക. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിന്. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിന്. ഓക്കെ, അപ്പോൾ ഇക്കണോമിക്സ് സയൻസിൽ കിട്ടിയിട്ടുള്ളത് ക്ലോഡിയ ഗോൾഡിൻ. ഗോൾഡ് ഇടുന്നത് അമ്മയാണ്, അമേരിക്ക. അപ്പോൾ അമ്മ ഒരു സ്ത്രീയാണല്ലോ. അപ്പോൾ സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള ധാരണ വികസിപ്പിക്കുന്നതിന്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഒന്നും കൂടി പറയാം. എല്ലാം ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഓക്കെ, ആദ്യം പറഞ്ഞത് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ. അപ്പോൾ 2 പേർക്കാണ് കിട്ടിയത്, കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വൈസ്മാൻ. അപ്പോൾ വൈദ്യശാസ്ത്രം പറയുമ്പോൾ വൈദ്യനടുത്ത് കൂടുതൽ പോകുന്നത് വയസ്സായ മാനാണ്. വയസ്സായ മാനോട് എന്താ പറയുക? കരിക്ക് കുടിക്കാനാണ് പറയുക. അപ്പോൾ കരിക്ക് വിശക്കുമ്പോഴാണ് കുടിക്കുന്നത്. അപ്പോൾ രാജ്യം ഹംഗറിയാണ്. വയസ്സായ മാൻ്റെയോ നമ്മളും വയസ്സാവും അല്ലേ. അപ്പോൾ US. ഓക്കെ, US. അപ്പോൾ ഇവർക്ക് എന്തിനാണ് കിട്ടിയത് ചോദിച്ചാൽ COVID-19-നെതിരെ ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ
ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലിനാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ഫിസിക്സ് അല്ലെങ്കിൽ എന്താണ് ഭൗതിക ശാസ്ത്രം. ഇപ്പോൾ ഭൗതികം, ഭൂതം കണക്ഷൻ ഓർമ്മയുണ്ട്. അപ്പോൾ ഭൂതം, ഗോസ്റ്റ്, ക്രോസ് കാണിക്കുമ്പോൾ മുള്ളും. ഓക്കെ, പിയറി അഗോസ്റ്റിനി ടുണീഷ്യയാണ്, ഫെറൻ ക്രൗസ് ഹംഗറിയാണ്, ആൻ എൽ ഹുല്ലിയർ ഓക്കെ ഫ്രാൻസ് ആണ്. ഓക്കെ, അപ്പോൾ 3 പേരും കണക്ഷൻ ഒന്ന് ആലോചിച്ച് ഓർമ്മിച്ച് വെക്കുക. എന്തിനാണ് കിട്ടിയത്? ദ്രവ്യത്തിൻ്റെ ഇലക്ട്രോൺ ഡൈനാമിക്സിൻ്റെ പഠനത്തിനായി പ്രകാശത്തിൻ്റെ ആറ്റോസെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മകമായ രീതിക്കാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും കോഡൊക്കെ ഓർമ്മയുണ്ടല്ലോ, കോഡൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, മൂന്നാമത് കെമിസ്ട്രിയാണ്. ഓക്കെ, കെമിസ്ട്രിക്ക് 3 ആൾക്കാർക്കാണ് കിട്ടിയത്. എന്താണ് പറഞ്ഞത്? കെമിസ്ട്രി ലൂയിസ് ഇ ബ്രൂസ്, മൗംഗ്ലേജി ബുവൻഡി, അലക്സിയ എക്മോവ്. ഓക്കെ, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിന് സമന്വയത്തിനാണ് കിട്ടിയത്. കോഡ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? കോഡ് എന്താണ് പറഞ്ഞത്? കെമിക്കൽ അടങ്ങിയിട്ടുള്ള മാഗിയും ഉപ്പുമാവും ബ്രോ കണ്ടു. ഓക്കെ, കെമിക്കൽ അടങ്ങിയിട്ടുള്ള മാഗിയും ഉപ്പുമാവും ആര് കണ്ടു? ബ്രോ കണ്ടു. അപ്പോൾ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, രാജ്യങ്ങളൊന്ന് നോക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് കിട്ടിയത് നർഗീസ് മുഹമ്മദിയാണ്. സമാധാനം കിട്ടണം, നരകത്തിൽ കിട്ടില്ല, സ്വർഗത്തിലാണ് കിട്ടുന്നത്. ഒന്ന് തിരിച്ചിട്ട് നമുക്ക് ഇറാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സാഹിത്യം ആർക്കാണ്? ജോൺ ഫോസ്, നോർവേക്കാരനാണ്. സാഹിത്യം പറയുന്നവർ താടിയും മുടിയൊക്കെ വെച്ച് ഭയങ്കര ഫോഴ്സ് കളിക്കുന്ന ആയിരിക്കും. അവർ നേരെ വഴിക്ക് നടക്കുമ്പോൾ പോലും അവർ ഫോഴ്സ് കളിച്ചുകൊണ്ട് നടക്കുമെന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ജോൺ ഫോസ്, നോർവേ. എന്തിനാണ് കിട്ടിയിട്ടുള്ളത്? പറയാനാവാത്ത വഴിക്ക് അല്ലേ? പറയാനാവാത്ത വഴിക്ക്. ഈ സാഹിത്യം പറയുന്ന ആൾക്കാരൊന്നും അങ്ങനെ സംസാരിക്കില്ലല്ലോ, ബുദ്ധിജീവികളെ പോലെ ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ അതുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യുക. പറയാനാവാത്ത വഴിക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിൻ്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഇക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ ഇക്കണോമിക്സ് പറയുമ്പോൾ നമുക്ക് പൈസ എന്നല്ല നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ പൈസ ഇല്ലാതെ എന്താ ഗോൾഡ് വാങ്ങും. അപ്പോൾ ക്ലോഡിയ ഗോൾഡിൻ. അപ്പോൾ ഗോൾഡ് ഏറ്റവും കൂടുതൽ ആർക്കാണ്? അമ്മക്കാണുള്ളത്. അപ്പോൾ USA അമേരിക്ക. അപ്പോൾ എന്തിനാണ്? സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള ധാരണ വികസിപ്പിക്കുന്നതിന്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വളരെ എളുപ്പത്തിൽ എല്ലാം പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.